നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ തന്നെ 5ാമത്തെ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വരാൻ വളരെ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഫസ്റ്റ് തന്നെ നമ്മുടെ BR അംബേദ്കറിൻ്റെ വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് വായിക്കാം. സമത്വത്തിന്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും. സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തിലുള്ള സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും. സാഹോദര്യത്തിന്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല. അപ്പോൾ സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ വാക്കുകൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ കോഴ്സൊക്കെ തന്നിട്ട് ഇത് ആരുടെ വാക്കുകളാണെന്ന് ചോദിക്കും. അപ്പോൾ ആരുടെ വാക്കുകളാണ്? ഡോക്ടർ BR അംബേദ്കറുടെ വാക്കുകളാണ്. നമ്മുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ 1949 നവംബർ 25 ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? സ്വാതന്ത്ര്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ വാക്കുകളിൽ വ്യക്തമാകുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ എല്ലാ പൗരർക്കുമായിട്ട് സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എന്തൊക്കെ പറയുന്നുണ്ട്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ എല്ലാ പൗരർക്കുമായിട്ട് സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. മൗലിക അവകാശങ്ങളായും രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളായും ഇവയെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം രാഷ്ട്രത്തോടും സമൂഹത്തോടും പൗരർ പുലർത്തേണ്ട മൗലിക കർത്തവ്യങ്ങളും ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പം മൗലിക അവകാശങ്ങളെക്കുറിച്ചും അതുപോലെ നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ചും മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചും നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും കർത്തവ്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആദ്യം തന്നെ നമുക്കിവിടെ ഭരണഘടനാ നിർമ്മാണ സഭ എന്നൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1946 ഡിസംബർ 6 ഈ ഡേറ്റും വർഷവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സഭയുടെ അധ്യക്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഓരോ വരികളും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ രാജേന്ദ്ര പ്രസാദിന് പകരം നമുക്ക് BR അംബേദ്കറിനെ PSC ചോദിക്കാറുണ്ട്. നമ്മൾ തന്നെ ഇതൊക്കെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വ്യക്തികളായതുകൊണ്ട് തന്നെ നമ്മുടെ മെമ്മറിയിൽ എന്താണ് പെട്ടെന്ന് ചിലപ്പോൾ BR അംബേദ്കർ കയറി വരും. അപ്പോൾ നമ്മൾ അത് കർപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഓരോ വ്യക്തികളെയും നമ്മൾ ഏത് പൊസിഷനിലാണെന്നുള്ളത് നോക്കണം. അപ്പോൾ 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. രൂപീകരണ വേളയിൽ 389 അംഗങ്ങൾ ഉണ്ടായിരുന്ന സഭ 1947 സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം 299 അംഗങ്ങളായി പുനഃസംഘടിപ്പിക്കപ്പെട്ടു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണ വേളയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 389. 389 അംഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം 299 അംഗങ്ങളായിട്ട് പുനഃസംഘടിപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? 1947. ഒന്നുകൂടെ വായിക്കാം. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. രൂപീകരണ വേളയിൽ 389 അംഗങ്ങൾ ഉണ്ടായിരുന്ന സഭ 1947 സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം 299 അംഗങ്ങളായി പുനഃസംഘടിപ്പിക്കപ്പെട്ടു. അടുത്തത് അവകാശങ്ങൾ, റൈറ്റ്സ്. അപ്പോൾ അവകാശങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു സംഭാഷണങ്ങളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ടീച്ചറും കുട്ടികളും തമ്മിൽ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് അവരവിടെ ഒരു സെമിനാറിൽ അവതരിപ്പിച്ചിട്ടുള്ളതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അവകാശങ്ങൾ എന്നാൽ ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ്. അവകാശങ്ങൾ എന്നാൽ എന്താണ്? ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ്.
വ്യക്തികൾക്ക് അവകാശങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ വ്യക്തികൾക്ക് അവകാശങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇവ നിയമം വഴി നടപ്പിലാക്കേണ്ടത് ഗവൺമെന്റാണ്. അപ്പൊ ഇത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓരോ വ്യക്തിക്കും അവകാശങ്ങളുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത് നിയമം വഴി നടപ്പിലാക്കേണ്ടത് ഗവൺമെന്റാണ്. അതിനായി മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവകാശങ്ങളുടെ പട്ടിക വ്യക്തികളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നതിന് ഗവൺമെന്റിന് ചില പരിമിതികൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ അവകാശ ലംഘനം ഉണ്ടായാൽ അതിന് പരിഹാരവും ഉറപ്പാക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? അവകാശങ്ങൾ എന്നാൽ ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും രാഷ്ട്രം നിയമം വഴി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ വ്യക്തികൾക്ക് അവകാശമുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് നിയമം വഴി നടപ്പിലാക്കേണ്ടത് ഗവൺമെന്റുമാണ്. അതിനായിട്ട് മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവകാശ പട്ടിക വ്യക്തിയുടെ അവകാശങ്ങൾ ഇടപെടുന്നതിന് ഗവൺമെന്റിന് ചില പരിമിതികൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നും പറയുന്നു. കൂടാതെ അവകാശ ലംഘനം ഉണ്ടായാൽ അതിന് പരിഹാരവും ഉറപ്പാക്കുന്നു. അടുത്താണ് മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന അവകാശങ്ങളുമുണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. അപ്പോൾ എന്താണ് മൗലികാവകാശങ്ങൾ എന്നുള്ളതിന് ഒരു വ്യക്തമായ നിർവചനമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ലോകത്ത് വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ അതത് രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില സുപ്രധാന അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ലോകത്ത് വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ അതത് രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില സുപ്രധാന അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാനവ ചരിത്രത്തിലെ ചില സുപ്രധാന ഏടുകളാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയത്തിലേക്ക് വഴിതെളിയിച്ചത്. അപ്പോൾ മാനവ ചരിത്രത്തിലെ ചില സുപ്രധാന ഏടുകളാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയത്തിലേക്ക് വഴിതെളിയിച്ചത്. അപ്പോൾ അതിവിടെ ഒരു ഫ്ലോ ചാർട്ടിന്റെ സഹായത്തോടെ കൊടുത്തിട്ടുണ്ട്. മൗലികാവകാശങ്ങൾ എന്ന ആശയത്തിലേക്ക് വഴിതെളിയിച്ചതിന് എന്താണ് അതിന്റെ പിന്നിൽ ചില കാരണങ്ങൾ അല്ലെങ്കിൽ ചില ചരിത്രങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൗലികാവകാശങ്ങളുടെ നാൾ വഴി ആദ്യം തന്നെ മാഗ്ന കാട്ടയാണ്. മാഗ്ന കാട്ട പൗരാവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യ ഔദ്യോഗിക രേഖയാണ് മാഗ്ന കാട്ട. 1215 മാഗ്ന കാട്ട രൂപപ്പെട്ടത്. അപ്പൊ എന്താണ്? പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് മാഗ്ന കാട്ട. വർഷം ഏതാണ്? 1215. അതിനുശേഷം വന്നതാണ് അമേരിക്കൻ അവകാശ പത്രിക. അമേരിക്കൻ അവകാശ പത്രിക ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖയാണ്. അമേരിക്കൻ അവകാശ പത്രിക 1789 ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖയാണ് അമേരിക്കൻ അവകാശ പത്രിക എന്ന് പറയുന്നത്. അതിനുശേഷം ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. അത് 1789 തന്നെയാണ്. ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണമാണ്. ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ എന്താണ് പറയുന്നത്? ലോകരാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണമാണത്. അതുപോലെ തന്നെ അടുത്തതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. അത് 1948 നിലവിൽ വരുന്നത്. എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പിലാക്കുന്നതിനായി ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ച അവകാശ രേഖയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം 1948. അപ്പൊ ഇതിന്റെ ഇയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഒക്കെ പേരുകൾ തന്നിട്ട് അതിന്റെ ഇയറുകളൊക്കെ ഒരു സൈഡിൽ കൊടുക്കും അല്ലെ. മാച്ച് ദ ഫോളോവിങ് ചെയ്യാം. എ കോളം ബി കോളം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിത് പറഞ്ഞത് എന്താണ്? മൗലിക അവകാശങ്ങളുടെ നാൾവഴികളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി എന്താണ് ഓരോന്നും നമ്മൾ പറയുന്നത്? മാഗ്ന കാട്ട. എന്താണ് മാഗ്ന കാട്ട നോക്കാം. ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്ന കാട്ട. ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്ന കാട്ട.
വലിയ പ്രമാണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. മാഗ്ന കാർട്ടയുടെ അർത്ഥം വലിയ പ്രമാണം. രാജാവും രാജാവിൻ്റെ ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണിത്. രാജാവും രാജാവിൻ്റെ ഭരണകൂടവും എന്താണ്? നിയമത്തിന് അതീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണിത്. 1215 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നു. അപ്പോൾ രാജാവും രാജാവിൻ്റെ ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. 1215 ഇതിൽ ഒപ്പുവെക്കുന്നത്. അന്നത്തെ ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവാണ് ഈ രേഖയിൽ ഒപ്പുവെക്കുന്നത്. മാത്രമല്ല ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നു അല്ലെ. ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന ജോൺ രാജാവിനെ കൊണ്ട് ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരങ്ങൾക്കും നിയമതത്വങ്ങൾക്കും ഇത് പിന്നീട് അടിസ്ഥാനമായി മാറി. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകൾ മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടവയാണ്. അപ്പോൾ ബ്രിട്ടനിലെ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്ന കാർട്ട. വലിയ പ്രമാണം എന്നാണ് ഇതിന്റെ അർത്ഥം. രാജാവും രാജാവിന്റെ ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണിത്. ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരങ്ങൾക്കും നിയമതത്വങ്ങൾക്കും ഇത് പിന്നീട് അടിസ്ഥാനമായി മാറി. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകൾ മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടവയാണ്. അടുത്തതാണ് അമേരിക്കൻ അവകാശ പത്രിക. എന്താണ് അമേരിക്കൻ അവകാശ പത്രികയിൽ പറയുന്നത് നോക്കാം. അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയിലാണ് അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയിലാണ് അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. മതവിശ്വാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനും അവകാശം തുടങ്ങിയ അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന പൗരർക്ക് ഉറപ്പു നൽകുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ അവകാശ പത്രികയിൽ എന്താണ് പറയുന്നത്? കുറേ അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയിലാണ് ഇങ്ങനെ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. എന്തിനൊക്കെയുള്ള അവകാശമാണ്? മതവിശ്വാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങളൊക്കെ അമേരിക്കൻ ഭരണഘടനയിൽ പൗരർക്ക് ഉറപ്പു നൽകുന്നുണ്ട്. അടുത്തത് ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം അല്ലെ. നമ്മൾ പറഞ്ഞിവിടെ ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം പറഞ്ഞില്ലേ 1789. അത് തന്നെയാണ് ഇവിടെ ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറയുന്നത്. 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. എല്ലാ പൗരർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട്. എല്ലാ പൗരർക്കും എന്താണ്? വ്യക്തിഗതവും അതുപോലെ തന്നെ കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട്. പൗരർ ജന്മനാ സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതുനന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നും ഈ പ്രഖ്യാപനം പറയുന്നു. എന്താണ്? പൗരർ ജന്മനാ അല്ലെ, ജനിക്കുമ്പോഴേ അവർ സ്വതന്ത്രരായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ പൗരർ ജന്മനാ സ്വതന്ത്രരും അതുപോലെ തന്നെ അവകാശങ്ങളിൽ തുല്യതയുള്ളവരാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതുനന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നും ഈ പ്രഖ്യാപനം പറയുന്നു. മൗലിക അവകാശങ്ങൾ വന്ന നാൾ വഴികളാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റിൽ എന്താണ്? മാഗ്ന കാർട്ട, അത് കഴിഞ്ഞ് അമേരിക്കൻ അവകാശ പത്രിക, അത് കഴിഞ്ഞ് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനം, അത് കഴിഞ്ഞിട്ട് എന്താണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇങ്ങനെയാണ് ആ ഒരു മൗലിക അവകാശങ്ങളുടെ നാൾ വഴികൾ വരുന്നത്. മുകളിൽ കൊടുത്തിരിക്കുന്ന അവകാശ രേഖകൾ മൗലിക അവകാശങ്ങൾ എന്ന ആശയത്തിന്റെ രൂപീകരണത്തിന് സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പല ജനാധിപത്യ രാജ്യങ്ങളിലെയും ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയതിൽ ഇവ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയും ചില അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ മൗലിക അവകാശം എന്ന ആശയത്തിന്റെ രൂപീകരണത്തിലേക്ക് വഹിച്ച സുപ്രധാന കാരണങ്ങൾ. ഇനി മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ ഭരണഘടനാ നിർമ്മാതാക്കളെ സ്വാധീനിച്ച നിരവധി ഘടകങ്ങളുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങളാണ് അതിൽ പ്രധാനം. സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ എന്നിവ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ സ്വാധീനിച്ച മറ്റു ഘടകങ്ങളാണ്.
മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങളും മൗലികാവകാശങ്ങളുടെ നാൾവഴികളായ അവകാശ രേഖകളും നമ്മുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെ ഉൾപ്പെടുന്നതിന് പങ്കുവഹിച്ച കാരണങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ ഭരണഘടനാ നിർമ്മാതാക്കളെ സ്വാധീനിച്ച നിരവധി ഘടകങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് അല്ലേ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നമുക്കറിയാം ഒരുപാട് നമ്മുടെ ഇന്ത്യൻ ജനത ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അല്ലേ. അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും അവരെ പരമാവധി ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒരു ഇത് ഉൾക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൽ മൗലികാവകാശങ്ങൾ എന്നുള്ള ഒരു ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങളാണ് ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിന് ഭരണഘടനാ നിർമ്മാതാക്കളെ സ്വാധീനിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്. അതുപോലെ സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളൊക്കെ എന്താണ്, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെ സ്വാധീനിച്ച മറ്റു ഘടകങ്ങളാണ്. അതുപോലെ മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങളും മൗലികാവകാശങ്ങളുടെ നാൾ വഴികളായ അവകാശ രേഖകളും നമ്മുടെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഭരണഘടനാ ദിനം നവംബർ 26 ഇന്ത്യയിലെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ ഓർമ്മക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. വർഷം ഏതാണ്? 1949. അപ്പോൾ 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ ഓർമ്മ. അപ്പൊ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? 1949 നവംബർ 26. അപ്പൊ അതിന്റെ ഓർമ്മക്കായിട്ടാണ് എല്ലാ വർഷവും നവംബർ 26 ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 മൗലികാവകാശങ്ങൾ ഉൾച്ചേർത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാം ഭാഗത്തിലാണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 മൗലികാവകാശങ്ങൾ ഉൾച്ചേർത്തിരിക്കുന്നത്. സാധാരണയായി നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് സാധാരണ നിയമങ്ങളാണ്. എന്നാൽ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും ഭരണഘടനയാണ്. അപ്പോൾ സാധാരണയായിട്ട് നിയമപരമായ അവകാശങ്ങളും സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്നത് സാധാരണ നിയമങ്ങളാണ്. എന്നാൽ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും ആരാണ്? ഭരണഘടനയാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വത്തിനുള്ള അവകാശം. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ എന്താണ്? തുല്യതയും തുല്യ സംരക്ഷണമാണ് ഉറപ്പുവരുത്തുന്നത്. അല്ലാതെ പണക്കാരന് ഒരു നിയമം അല്ലെങ്കിൽ പാവപ്പെട്ടന് ഒരു നിയമം അങ്ങനെയൊന്നും ഇല്ല. എല്ലാവർക്കും ഇന്ത്യയിലെ പൗരനാണോ എങ്കിൽ എന്താണ്, അവർക്ക് എല്ലാവർക്കും ഒരേ നിയമങ്ങളാണുള്ളത്. അപ്പം നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശങ്ങളാണ് സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നത്. ഈ അവകാശ പ്രകാരം മതം, വർഗം, ജാതി, ലിംഗം, ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല. ഇപ്പം മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ വർഗത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ ലിംഗം അല്ലേ, അതായത് ആണോ പെണ്ണോ അതിന്റെ അടിസ്ഥാനത്തിലോ ജനനസ്ഥലം കൊണ്ടോ ഒന്നും തന്നെ എന്താണ്, ഒരു വിധത്തിലും ഈ സമത്വത്തിനുള്ള അവകാശം നിഷേധിക്കാൻ പാടില്ല. എല്ലാവർക്കും ഏത് സ്ഥലത്ത് ജനിച്ചോട്ടെ അവർക്ക് ഒരേപോലെയുള്ള അവകാശങ്ങൾ തന്നെയാണ് ഉള്ളത്. അപ്പം മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല. ഇതോടൊപ്പം ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, സ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യ പ്രവേശനവും ഉറപ്പു നൽകുന്നു. ഒരു മതത്തിൽപ്പെട്ടവർക്ക് ഹോട്ടലുകളിൽ കയറാൻ പാടില്ല, കടകളിൽ അല്ലെ ഇന്ന മതത്തിൽപ്പെട്ടവരാണെങ്കിൽ ഈ കടകളിൽ കയറാൻ പാടില്ല, അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഒരേ അവകാശമാണുള്ളത്. സമത്വമാണ്, എല്ലാവർക്കും സമത്വമാണ്, ആണോ പെണ്ണോ എന്നൊന്നുമില്ല. അപ്പോൾ ഹോട്ടലുകളായാലും കടകളായാലും കിണറും കുളങ്ങൾ, പൊതു സ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടൊക്കെ പോവാനുള്ള അവകാശം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. പൊതുജോലികളിലെ അവസര സമത്വവും തൊട്ടുകൂടായ്മ നിരോധനവും സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലും ഈ അവകാശ പ്രകാരം ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ അവസര സമത്വം, എല്ലാവർക്കും തുല്യ അവസരങ്ങളുണ്ട്. അതുപോലെ തൊട്ടുകൂടായ്മ നിരോധനം, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ ഈ അവകാശ പ്രകാരം ഉറപ്പുവരുത്തുന്നു.
സമത്വത്തിനുള്ള അവകാശത്തിൽ എന്തൊക്കെയാ പറയുന്നത്? രാജ്യത്ത് എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണ് സമത്വത്തിനുള്ള അവകാശം. ഈ അവകാശ പ്രകാരം മതം, ജാതി, വർഗം, ലിംഗം, ജനനസ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിഭജനവും പാടുള്ളതല്ല. അതുപോലെ തന്നെ ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, പൊതുസ്നാനഘട്ടങ്ങൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിൽ തുല്യപ്രവേശനവും ഉറപ്പു നൽകുന്നുണ്ട്. പൊതുജോലികളിലെ അവസര സമത്വവും തൊട്ടുകൂടായ്മ നിരോധനവും സ്ഥാനപ്പേരുകൾ നിർത്തലാക്കലും ഈ അവകാശ പ്രകാരം ഉറപ്പുവരുത്തുന്നു. അടുത്തതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ദീർഘകാലം വൈദേശിക ആധിപത്യത്തിന് കീഴിൽ കഴിയേണ്ടി വന്ന ഇന്ത്യൻ ജനതയുടെ അഭിലാഷമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശത്തിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ ദീർഘകാലം വിദേശികളുടെ ആധിപത്യത്തിന് കീഴിൽ കഴിയേണ്ടി വന്ന ഇന്ത്യൻ ജനതയുടെ അഭിലാഷമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശത്തിൽ പ്രതിഫലിക്കുന്നത്. ഒരുപാട് അവരെന്താണ് സ്വാതന്ത്ര്യം കിട്ടാതെ അനുഭവിച്ചവരാണ് അല്ലേ നമ്മുടെ ഇന്ത്യൻ ജനത എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിൽ ഒരുപാട് കാലം ഇന്ത്യൻ ജനത അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു മോചനം ആണ്. അപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നത് അവരുടെ അഭിലാഷമായാണ് കാണുന്നത്. ഭരണഘടനയുടെ 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങൾ ഇത് പ്രകാരം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളും യുക്തിസഹമായ നിയന്ത്രണങ്ങളും വിശദീകരിക്കുന്നു. ഭരണഘടനയുടെ എത്രാം അനുച്ഛേദത്തിലാണ് പറയുന്നത്? 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങൾ. അനുച്ഛേദം 19 പറയുന്ന സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം. അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് അല്ലെ. ഏതൊരു വ്യക്തിക്കും എന്താണ് ഒരു അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. നീ പറയണ്ട എന്ന് ആർക്കും പറയാനുള്ള അവകാശമില്ല. അതുകൊണ്ട് അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉറപ്പു നൽകുന്നു. അതുപോലെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം അല്ലെ. സമാധാനപരമായിട്ട് സമ്മേളനം കൂടാനും എല്ലാവർക്കും അവകാശമുണ്ട്. അതുപോലെ സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള അവകാശം. ആരും തന്നെ നമ്മുടെ കൈ പിടിച്ചേക്കൂല അല്ലെ. ഇന്ത്യയിൽ നമുക്ക് എവിടെയും എന്താണ് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ആരും തടയാനുള്ള അവകാശമില്ല. ഇന്ത്യയിൽ എവിടെയും സ്ഥിരം താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ എവിടെയും നമ്മുടെ ഇന്ത്യക്കാരന് സ്ഥിരമായിട്ട് താമസിക്കാനുള്ള അവകാശവും ഉണ്ട്. അതുപോലെ ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം അനുച്ഛേദം 19 പരാമർശിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ ഏതൊക്കെയാണ്? അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം, സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള തൊഴില്, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ നമ്മുടെ അനുച്ഛേദം 19 പരാമർശിക്കുന്ന സ്വാതന്ത്ര്യങ്ങളാണ്. ഇവ കൂടാതെ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ 20 to 22 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മളിപ്പോൾ പറഞ്ഞ സ്വാതന്ത്ര്യങ്ങൾ കൂടാതെ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങളൊക്കെ 20 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങൾ യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? രാജ്യത്തിന്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങളിൽ എന്താണ്? യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. എങ്കിലും എന്താണ് ഈ സ്വാതന്ത്ര്യമൊന്നും ആരും തന്നെ നിഷേധിക്കുന്നില്ല. പക്ഷേ ചില നിയന്ത്രണങ്ങളുണ്ട്. അത് ഏതൊക്കെ സാഹചര്യത്തിലാണ്? രാജ്യത്തിന്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് ഈ സ്വാതന്ത്ര്യങ്ങൾക്ക് യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാകുന്നത്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നോക്കാം. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസ മൗലികാവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ ഒരു അനുച്ഛേദം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 21A പ്രകാരമാണ് വിദ്യാഭ്യാസ മൗലികാവകാശമാക്കി പ്രഖ്യാപിക്കപ്പെട്ടത്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? 86 ഭരണഘടനാ ഭേദഗതിയാണ്. വർഷം 2002 ഓക്കെ. എന്നാൽ 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചു. അപ്പോൾ പാർലമെന്റ് അംഗീകരിച്ചത് 2009 2010 ഏപ്രിൽ നിയമം പ്രാബല്യത്തിൽ വന്നു. ഈ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കി. അപ്പോൾ വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറയുന്നത് 2002 86 ഭേദഗതിയിലൂടെയാണ് ഈ അനുച്ഛേദം
ഭേദഗതിയിലൂടെയാണ് വന്നിട്ടുള്ളത്. അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസ മൗലികാവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചിട്ടുള്ളത്. 2010 ഏപ്രിലിലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇപ്പോൾ 2-3 വർഷങ്ങൾ ഇവിടെ ഉണ്ട്. 2002 86 ഭേദഗതിയിലൂടെ, അതുപോലെ 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചു. 2010 ഏപ്രിലാണ് നിയമം പ്രാബല്യത്തിൽ വന്നത്. ഈ നിയമപ്രകാരം എന്താണ്, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. അപ്പം നമ്മളിവിടെ എന്തൊക്കെ അവകാശങ്ങൾ പറഞ്ഞു? സമത്വത്തിനുള്ള അവകാശം പറഞ്ഞു, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറഞ്ഞു. അതിൽ തന്നെയാണ് ഈ വിദ്യാഭ്യാസ അവകാശവും വരുന്നത്. അടുത്തതാണ് ചൂഷണത്തിനെതിരായ അവകാശം. ചൂഷണത്തിനെതിരായ അവകാശം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. നമ്മുടെ രാജ്യത്ത് പല വിഭാഗം ജനങ്ങളും മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നതുമായ സാമൂഹിക സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല തുടങ്ങിയ ചൂഷണങ്ങളെ ഇല്ലാതാക്കി സുരക്ഷിത ജീവിതം ഉറപ്പു നൽകുകയാണ് ചൂഷണത്തിനെതിരായ അവകാശത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് പല വിഭാഗം ജനങ്ങളിൽ എന്താണ് വളരെയധികം ചൂഷണം ചെയ്യപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ. അതിലിട്ടതാണ് അടിമത്തം ഉണ്ടായിരുന്നു, അതുപോലെ മനുഷ്യക്കടത്തുണ്ടായിരുന്നു, പിന്നെ നിർബന്ധിതമായിട്ടുള്ള ജോലി ചെയ്യിപ്പിക്കലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചെറിയ കുട്ടികളെ കൊണ്ട് ബാലവേലയും ചെയ്യിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഇല്ലാതാക്കി സുരക്ഷിതമായ ഒരു ജീവിതം ഉറപ്പു നൽകുകയാണ് ചൂഷണത്തിനെതിരായ അവകാശത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 23 എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഈ അനുച്ഛേദം 23 പ്രകാരം എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അനുച്ഛേദം 24 പ്രകാരം 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. അപ്പോൾ 23ഉം 24ഉമാണ് ചൂഷണത്തിനെതിരായ അവകാശത്തിൽ പറയുന്നത്. 23 പറയുന്നത് എന്താണ്? അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. അനുച്ഛേദം 24 പ്രകാരമാണ് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നത്. അടുത്തതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നമ്മളിപ്പോൾ പറഞ്ഞു സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം അല്ലേ. അതിൽ അടുത്തതാണ് പറയുന്നത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യയിൽ ഓരോരുത്തർക്കും സ്വീകാര്യമായ മതം അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയിൽ എല്ലാവർക്കും എന്ത് ചെയ്യാം? അവനവന് ഇഷ്ടപ്പെട്ട മതത്തിൽ ചേരാം, അതുപോലെ ആ മതത്തിൻ്റെ പ്രവർത്തനം ചെയ്യാം. അപ്പം ഇന്ത്യയിൽ ഓരോരുത്തർക്കും സ്വീകാര്യമായ മതം അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഓരോ ജനങ്ങൾക്കും അവനവർക്ക് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനും അതിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനൊക്കെ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. ഈ അവകാശം അവരവരുടെ മനസ്സാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവകാശം എന്ന് പറയുന്നത് അവരവരുടെ മനസ്സാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നതാണ്. അതായത് മറ്റുള്ളവരുടെ നിർബന്ധപൂർവ്വം ഇന്ന മതത്തിൽ ചേർന്ന് അങ്ങനെ പറയാൻ പാടില്ല. നമുക്കിഷ്ടമുള്ള മതം, അതുപോലെ നമുക്കിഷ്ടമുള്ള മതത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനൊക്കെ ഉള്ള അവകാശമുള്ളത് മറ്റുള്ള പ്രേരണയിൽ എന്ത് ചെയ്യാൻ പാടില്ല, അതിന് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ മേൽപ്പറഞ്ഞ അവകാശം പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും. എന്താണ്? പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും. അടുത്തതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണ് ഇന്ത്യ അല്ല. എല്ലാം കൊണ്ടും ഭാഷ, വേഷം, മതം, ജാതി ഇല്ലേ, എല്ലാം കൊണ്ടും എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മതപരവും ഭാഷാപരവും സാംസ്കാരികപരവുമായ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ വൈവിധ്യത്തിന്റെ സവിശേഷതയാണ്. രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ രാജ്യത്തൊട്ടാകെയോ മറ്റ് വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നതുമായ ജനവിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആളുകളെയാണ്? രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ രാജ്യത്തൊട്ടാകെയോ മറ്റ് വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവരുമായ വിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന എന്താണ്, ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, മതം ഇതൊക്കെ സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുള്ള അവകാശങ്ങളാണ്. ഇതുപ്രകാരം മതവും ഭാഷാപരവും സാംസ്കാരികവുമായ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശങ്ങളുണ്ട്. അതിലൂടെ അവർക്ക് സ്വന്തം സംസ്കാരത്തെ സംരക്ഷിക്കുവാനും പരിപോഷിപ്പിക്കുവാനും സാധിക്കും. നമ്മുടെ ഈ ഒരു ഇതെന്താണ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളാണ്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ വ്യത്യസ്ത തരം ഭാഷകൾ, മതങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വൈവിധ്യമാർന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യം മാറുന്ന ഒരു രാജ്യമാണ്. അപ്പം നമ്മുടെ രാജ്യത്ത് എന്താണ്, ചില ന്യൂനപക്ഷ വിഭാഗങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭാഷയും അവരുടെ സംസ്കാരമൊക്കെ വ്യാപിപ്പിക്കുന്നതിന് വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർക്ക് എന്താണ്, സ്കൂളുകളും അതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാനും അത് സംരക്ഷിക്കാനൊക്കെ ഉള്ള അവകാശങ്ങളുണ്ട് എന്നാണ് ഈ ഒരു സാംസ്കാരികവും വിദ്യാഭ്യാസപരമായുള്ള അവകാശത്തിൽ പറയുന്നത്. അടുത്തതാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം വ്യക്തിയുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകാവുന്ന അതിശ്രേഷ്ഠമായ പരിരക്ഷകളിലൊന്നാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. എന്താണ്, വ്യക്തിയുടെ രക്ഷയ്ക്കും ഭദ്രതയ്ക്കും നൽകാവുന്ന അതിശ്രേഷ്ഠമായ പരിരക്ഷകളിലൊന്നാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെട്ടാൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, അതുപോലെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങളൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് പ്പെടുന്ന പക്ഷം പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയെയും അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതികളെയും സമീപിക്കാവുന്നതാണ്. അതാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്ന് പറയുന്നത്. നമ്മൾ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു അവകാശം ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയെയും അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതികളെയും സമീപിക്കാവുന്നതാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതികളും റിട്ടുകളിലൂടെയാണ് ഈ മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതികളും റിട്ടുകളിലൂടെയാണ് മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ. എന്താണ് റിട്ടുകൾ? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളും നിർദ്ദേശങ്ങളുമാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമായാണ് ഈ അവകാശമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമായാണ് ഈ അവകാശമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിക്കുന്നത്. ആരാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഏത് അവകാശത്തെയാണ് ഇങ്ങനെ ഹൃദയവും ആത്മാവുമായി വിശേഷിപ്പിച്ചത്? ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്നതിനെയാണ് നമ്മുടെ BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമായി വിശേഷിപ്പിച്ചത്. അപ്പോൾ മൗലികാവകാശങ്ങൾ എന്നുള്ളത് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് ചെറുതാക്കിയിട്ടില്ലേ, അതിൽ വരുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിക്കാം. മൗലികാവകാശങ്ങൾ: സമത്വത്തിനുള്ള അവകാശം അനുച്ഛേദം 14 മുതൽ 18 വരെയാണ്. 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം 19 മുതൽ 22 വരെയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം 19 മുതൽ 22 വരെ. അപ്പോൾ ആദ്യം സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെ, പിന്നെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെ. അടുത്തത് ചൂഷണത്തിനെതിരായ അവകാശം 23ഉം 24ഉം. അനുച്ഛേദം 23ഉം 24ഉമാണ് ചൂഷണത്തിനെതിരായ അവകാശത്തിൽ ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ. അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ വരുന്ന അനുച്ഛേദങ്ങളാണ് 25 മുതൽ 28 വരെ. 25 മുതൽ 28 വരെയാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഉൾപ്പെടുന്നത് അനുച്ഛേദം 29ഉം 30ഉമാണ്. അനുച്ഛേദം 29 മുതൽ 30 വരെയാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്ന് പറയുന്നത് അനുച്ഛേദം 32ആണ്. അനുച്ഛേദം 32നെയാണ് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്. അടുത്തതാണ് റിട്ടുകൾ പലവിധം. റിട്ടുകൾ നമ്മൾ പറഞ്ഞില്ലേ, സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഒക്കെ മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് റിട്ടുകളിലൂടെയാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ റിട്ടുകൾ പലവിധം റിട്ടുകളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടങ്കലിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുമ്പാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. അപ്പോൾ അന്യായമായിട്ട് തടങ്കിൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്
കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. അടുത്തതാണ് മാൻഡമസ്. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ്. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് മാൻഡമസ് എന്ന് പറയുന്നത്. അടുത്താണ് പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോൾ തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയോ ഉത്തരവാണ്. തങ്ങളുടെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെ ഉത്തരവാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. കോ വാറന്റോ എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോ വാറന്റോ. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോ വാറന്റോ. അടുത്താണ് സെർഷോററി എന്ന് പറഞ്ഞാൽ ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാണ്. ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാണ് സെർഷ്യോററി. അപ്പോൾ ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോ വാറന്റോ, സെർഷ്യോററി. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഒരുപാട് പോയിന്റുകളുണ്ട്. ഒരു വരികൾ പോലും നമുക്കിതിൽ മിസ്സാക്കാൻ ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ആക്കാം. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ താങ്ക് യു.